ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തിരുവാതിര, ഞങ്ങൾ ധനുമാസത്തിലെ തിരുവാതിര ഒട്ടുമിക്ക എല്ലാ അമ്പലങ്ങളിൽ കൂടെയും നടക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കളിക്കുന്നത്. നിങ്ങളുടെ ഡാൻസ് സ്കൂളിൽ നിന്ന് ഫസ്റ്റ് ടൈമാണ് തിരുവാതിര കളിക്കുന്നതും ഞാൻ ആദ്യമായിട്ടാണ് അമ്പലത്തിൽ തിരുവാതിര കളിക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻ ലാസ്റ്റ് ദിവസങ്ങളിലൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞായറാഴ്ചയാണ് പരിപാടി. ഇപ്പം ഇത് വെള്ളിയാഴ്ചത്തെ നമ്മുടെ ദിവസമാണ് കേട്ടോ. അപ്പം ഇതാണ് ഞങ്ങളുടെ ഡാൻസ് ടീച്ചർ. ഇവള് ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ നോക്കി നിന്നാണ് വീട്ടിൽ. അപ്പോൾ നമ്മുടെ ബ്ലൗസൊക്കെ തയ്ച്ച് കിട്ടിയതൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ കയ്യിലിരുന്നത്. അപ്പോൾ ഞങ്ങൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ഡാൻസ് ക്ലാസ്സിലേക്ക്. ഞങ്ങൾ 2 വീലറിലാണ് പോവുക. അപ്പം ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നാണ് ഞാൻ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡാൻസ് ടീച്ചർ. ഒഫീഷ്യലി ഞങ്ങളുടെ ഡാൻസ് ടീച്ചർ ആണെങ്കിൽ ഞങ്ങൾ ഭയങ്കര കൂട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇടി പൊടി ബന്ധത്തിൽ വിളിച്ചത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടൗണിൽ ഇറങ്ങി. അപ്പം അതൊക്കെ ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പം നമുക്കൊരു നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കോലിൻ്റെ ഒരു ഐറ്റം ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻ ഐറ്റംസ് ആണ് ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി കാണുമ്പോൾ നമുക്ക് ആകെപ്പാടെ കൺഫ്യൂഷൻ ആണ് കേട്ടോ, ഏത് കളർ എടുക്കും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സെലക്ഷനാണ് നടക്കുന്നത്. ഇപ്പോൾ കുറേ നാളത്തല്ല ഈ ഒരു തിരുവാതിര മിക്കപ്പോഴും ഞാൻ കാണാൻ പോവാറുണ്ട്. അപ്പോൾ എനിക്കൊരു ആഗ്രഹമായിരുന്നു കേട്ടോ ഇവിടെ കളിക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ നമുക്ക് ചെയ്താലോ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുത്ത് കളിച്ച ഒരു പ്രോഗ്രാമായിരുന്നു അത്. എന്തായാലും അതിൻ്റെ ഒരുക്കങ്ങളുടെ ആ ദിവസങ്ങളെല്ലാം നല്ല രസമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്ന് ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യണത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. അപ്പം ആ ഒരു സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് മിസ്സിങ് ആണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്. അപ്പോൾ ഒട്ടുമിക്ക എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാൻ എവിടെയാണ്, ഇവിടെ മീൻസ് ലോക്കലുള്ള ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ എവിടെയാണ് ഡാൻസ് പഠിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അടിമാലിലുള്ളവരാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് റോഡിൻ്റെ അവിടെ പഴയ ലോഗോസ് ബിൽഡിങ്ങിലാണ് ദക്ഷിണ സ്കൂൾ ഓഫ് ഡാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് കേട്ടോ. അവിടെയാണ് ഞാൻ പഠിക്കുന്നത്. ഇത് ഞങ്ങളുടെ 3ാമത്തെ ആളാണ്, ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള 3ാമത്തെ ആള് ടീച്ചറാണ് കേട്ടോ. ഒരുപാട് വർക്കിംഗ് വുമൻസ് അവിടെ പഠിക്കാൻ വരുന്നുണ്ട്. ഇവരൊക്കെ ടീച്ചേഴ്സാണ്. അപ്പം നമുക്കൊരു ഏജ് ഒരു പ്രശ്നമേ അല്ല എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ് കേട്ടോ ഇതൊക്കെ. ഇതിലും നല്ല ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ പഠിക്കാൻ വരുന്നുണ്ട്. പക്ഷേ നമുക്കെല്ലാവരും ഒരു ഫാമിലി പോലെയാണ് കേട്ടോ. നമ്മുടെ ടീച്ചറാണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ട് നമുക്ക് യാതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാൻസ് ക്ലാസ്. ഞാൻ ഇതിനു മുന്നേ പല വീഡിയോസിലും ചെറിയ ചെറിയ ഭാഗങ്ങളിൽ ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡാൻസ് ക്ലാസ്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ ഡാൻസ് ക്ലാസ്സിലേക്ക്. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു കോലിൻ്റെ ഐറ്റം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ദിവസത്തിലേക്ക് എത്തി. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്, ഇനിയിപ്പോൾ ശനി, ഞായറാഴ്ച വൈകിട്ടാണ് കേട്ടോ നമ്മുടെ പ്രോഗ്രാം വരുന്നത്. അപ്പോഴത്തേക്കിനും എല്ലാ സാധനങ്ങളും റെഡി ആക്കണം. അപ്പം അതിൻ്റെ വലിയ പ്രിപ്പറേഷനാണ്. ബ്ലൗസൊക്കെ തയ്ച്ച് കിട്ടി, അതിൻ്റെ നോട്ടം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതെ നമ്മളിൽ കോലയിൽ അത് ചുറ്റുന്ന പരിപാടികളൊക്കെയാണ് കേട്ടോ ഇനി.
അപ്പോൾ എല്ലാവരും വന്ന് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരും ജോലി ചെയ്യുന്നൊക്കെ ആൾക്കാരാണ് മെജോറിറ്റിയും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4:30 to 6 മണിയാണ് കേട്ടോ നമ്മുടെ സമയം. പിന്നെ കുഞ്ഞിക്കുട്ടികൾ തൊട്ട് നമ്മളൊരു 3.5 വയസ്സ് തൊട്ടുള്ള കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. ഏകദേശം ഒരു 120ഓളം സ്റ്റുഡൻസ് അവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്തുള്ള സമയത്താണ് വരുന്നത്. കുട്ടികൾക്ക് എപ്പോഴും വരുന്നത് ശനി ഞായർ ദിവസങ്ങളിലായിരിക്കും. രാവിലെ തൊട്ട് ഉച്ച വരെ, ഉച്ച കഴിഞ്ഞിട്ട് അടുത്ത ഭാഷ, അങ്ങനെയുള്ള രീതിയിലായിരിക്കും കേട്ടോ. അതുപോലെ ഓൺലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ്. അപ്പം എന്താണ് ഈ ഡാൻസ് ക്ലാസ്സിലേക്ക് ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അവളുടെ നമ്പർ താഴെ മെൻഷൻ ചെയ്തേക്കാം, ഡാൻസ് സ്കൂളിൻ്റെ. അപ്പോൾ അതിനകത്തൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പം അത്യാവശ്യം എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മൾ 8 പേരാണ് കേട്ടോ കളിക്കുന്നത്. അപ്പോൾ കോലും കാര്യങ്ങളെല്ലാം സെറ്റാക്കി ഞങ്ങൾ വന്നിട്ടുണ്ട്. കുട്ടികളുണ്ട് കൂടെ, കുട്ടികളുടെ ബാച്ചിലെ പിള്ളേരുണ്ട്, മീൻസ് 8ൽ 9ലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇത്രയും പേരാണ് ഒരു ടീമിലുള്ളത്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞ കാരണം എല്ലാവരും ഭയങ്കര ഒരു നെർവസിലാണ് നിൽക്കുന്നത് വീഡിയോ എടുക്കുന്നുണ്ട്. കാരണം അവർക്കൊന്നും പരിചയമില്ലാത്തത് കൊണ്ട് ഈ വീഡിയോ ആണല്ലോ എന്നുള്ളൊരു ചിന്തയിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പം പ്രാക്ടീസൊക്കെ വളരെ ഉഴപ്പായിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് നടക്കാറ്. ചില സമയത്ത് മൂഡ് കാണില്ല, അപ്പം പിന്നെ എല്ലാവരും ഉഴപ്പും, അങ്ങനെയൊക്കെയാണ്. പിന്നെ ലാസ്റ്റ് സമയത്താണല്ലോ നമുക്കൊരു പേടി മനസ്സിൽ നിന്ന് വരിക. അപ്പോൾ ഒന്നാമത് നമുക്ക് ഫസ്റ്റ് ടൈമാണ്, ആർക്കും അതിനെപ്പറ്റി ഒരു എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് നിമിഷമായപ്പോഴാണ് അയ്യോ എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണം, മറന്നു പോകുന്നു. ലാസ്റ്റ് ഒരു മീൻസ് ഞായറാഴ്ചയാണ്, ഞാൻ തൊട്ട് മുന്നത്തെ തിങ്കളാഴ്ചയാണ് ഞങ്ങൾ ഈ കോലിൻ്റെ പരിപാടി അതിനകത്തേക്ക് ആഡ് ചെയ്തത് കേട്ടോ. നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ചെയ്യണം എന്നുള്ള രീതിയിൽ കോലിൻ്റെ ഒരു പരിപാടി അതിനകത്തേക്ക് ഇട്ടത് ഈ ഒരു ലാസ്റ്റ് മിനിറ്റിലാണ്. അത് ഒരൊറ്റ ആഴ്ചയും കൊണ്ടാണ് ഞങ്ങൾ പാട്ട് സെറ്റ് ചെയ്ത് സ്റ്റെപ്പ് ഇട്ട് പഠിച്ചതൊക്കെ. അതിൻ്റെ കുറച്ച് അപാകതയൊക്കെ കളിച്ചപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഭയങ്കര പ്രാക്ടീസിലാണ് കേട്ടോ.
കോപ്പിറൈറ്റിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ സോങ് മ്യൂട്ട് ചെയ്തത്. ഞാനിതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ കയ്യിലുണ്ടെങ്കിലും എനിക്കത് കോപ്പിറൈറ്റിൻ്റെ ഒരു ഇഷ്യൂ കാരണം അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഈവൻ എല്ലാവരും പറയുന്നു പാട്ട് മാറ്റിയിട്ടിട്ടാണെങ്കിലും പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് ഒന്നുകൂടെ നോക്കിയിട്ട് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫൈനൽ പോർഷൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ തലേദിവസത്തെ ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് പിടിച്ചാണ്. കുറേ നാളായാലും ഞാൻ വ്ളോഗൊക്കെ ചെയ്തിട്ടെന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ പിടിച്ചതാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഓർമ്മയാണല്ലോ. നമുക്കിതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. നമ്മൾ ആ രാത്രി സമയങ്ങളിൽ ഞങ്ങൾ 7:30 വരെ ഇവിടെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 4 മണിക്ക് പോയത്, 3:30ക്ക് വീട്ടിൽ നിന്ന് പോയതാണ്. 7:30 വരെ അന്നത്തെ ദിവസം അവിടെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പിന്നെ ഓർക്കുമ്പോൾ നല്ല രസമാണല്ലോ. നമ്മൾ പണ്ടൊക്കെ കലോത്സവത്തിന് പോകുമ്പോൾ ഇങ്ങനെ നിന്ന് കളിച്ച് പിന്നെ ഒരുങ്ങി ആ ഒരു ഫീലാണ് കേട്ടോ ഇപ്പോഴും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസത്തെ വിശേഷമായിട്ട് ഉറപ്പായിട്ടും വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് എന്തായാലും മസ്റ്റായിട്ടും കാണണം. നമ്മുടെ തിരുവാതിര ദിവസത്തെ തിരുവാതിര എല്ലാവരും കാണണം, എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.